വീടൊരുക്കാം, വീടൊരുക്കാം, വിശ്വശാന്തി ഏകാം എന്നുള്ളതായിരുന്നു അതിന് മുമ്പുള്ള സന്ദേശം. വീട്ടിലാണ് നമുക്ക് തുടങ്ങേണ്ടത്. നമ്മുടെ ആദ്യത്തെ സർവകലാശാല വീടായിരുന്നു. ഇന്ന് വീട്ടിൽ നിന്നും ഈ സംസ്കാരം നമുക്ക് കിട്ടാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് ബാലഗോകുലം അതിന്റെ ജന്മദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ലാസ്റ്റ് വരികയാണെങ്കിലും അത് 4 വരികൾ നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അത് ഈ കുട്ടികളെയും മനസ്സിലാക്കി നമ്മൾ അവരെ നല്ല രീതിയിൽ കൈവരിച്ച് കൊണ്ടുവരാൻ നമ്മൾ പ്രയത്നിക്കുന്നതായിരിക്കും. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒന്നുകൂടെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എല്ലാവരും സ്മരിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പരിശീലിപ്പിച്ച് അത് പ്രാവർത്തികമായിട്ടും എല്ലാ തരത്തിലും അവർക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് അവരിൽ ഉണ്ടാക്കി അവരെ കൃഷ്ണന്മാരാക്കി മാറ്റുവാനുള്ള സൗഭാഗ്യം സിദ്ധിച്ച അമ്മമാർ ഒക്കത്ത് അവരുടെ കുഞ്ഞിനെ ഉണ്ണിക്കണ്ണനായി വേഷമൊരുക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ഗ്രാമവീഥികളെ ഒരമ്പാടിയാക്കി മാറ്റുന്ന സുദിനമാണ് ഇന്ന്. 1975 അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിലാണ് ബാലഗോകുലം പിറവിയെടുക്കുന്നത്. എങ്ങനെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ പിറവിയെടുത്തത് അതേ സാഹചര്യമായിരുന്നു അന്നത്തെ സാഹചര്യം. ആ സാഹചര്യത്തിൽ ബാലഗോകുലം പിറവിയെടുക്കുമ്പോൾ കേരളീയ സമൂഹത്തിൽ തത്വമസി എന്ന് പറയുന്ന പോലെ, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് പോലെ കുഞ്ഞുങ്ങളിലെ ഈശ്വരനെ ദർശിക്കാൻ അവർക്കും ഞാൻ ഈശ്വരനാണ് എന്നുള്ളൊരു തോന്നൽ, അതാണ് സത്യം. നമ്മൾ ഓരോരുത്തർക്കും ഉള്ള ചൈതന്യമാണ് ഈശ്വരൻ എന്ന പേരിൽ അത് ഭഗവാൻ തന്നെ ഓർമ്മയിൽ പറഞ്ഞുകൊണ്ട് ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഓരോ കുഞ്ഞുങ്ങളെ ഭാരതത്തിൻ്റെ വാഗ്ദാനങ്ങളാക്കി മാറ്റാനുള്ള ഒരു മുന്നേറ്റമാണ് ഈ ബാലവിദ്വാൻകൾ എന്നുള്ള ശക്തി. ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിൽ നമുക്ക് ഏവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. വയനാടിൻ്റെ ദുരന്തത്തെ സംബന്ധിച്ച് നമുക്കറിയാം. അതിന് തൊട്ടു മുമ്പാണ് നമ്മുടെ ഈ തിരുവനന്തപുരം നഗര വ്യക്തി ശുചിത്വം നേടിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിസ്സങ്കോചം പരിഷ്കൃത സമൂഹം എന്ന് പറയപ്പെടുന്ന ആൾക്കാർ മാലിന്യം വലിച്ചെറിയുന്നത് നമ്മൾ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. ഏതൊന്നിലും നിലനിൽക്കണമെങ്കിലും എന്ന് ഹിന്ദു സംസ്കാരം ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, എന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത് അന്ന് ഹിന്ദു സംസ്കാരം ഉണ്ടായി. ചെയ്യേണ്ടതായിട്ടുണ്ട്. അവകാശങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം കടമകൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ മാത്രമേ ഈ പ്രകൃതിയെ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഋഷീശ്വരന്മാർ വിദ്യാഭ്യാസ പദ്ധതിയിൽ ആദ്യം പഠിപ്പിച്ചത് ഈ ഭൂമി നിന്റെ അമ്മയാണ്, അമ്മയുടെ പുത്രനാണ് നീ എന്നുള്ള ബോധ്യമായിരുന്നു. അവകാശങ്ങളല്ല, കടമകളെ കുറിച്ചാണ് പഠിപ്പിച്ചത്. ബാലഗോകുലം കഴിഞ്ഞ 50 വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗതികേടിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് എങ്കിൽ മനപരിവർത്തനം ആവശ്യമാണ് എന്നുള്ള ബോധ്യം നമുക്ക് വീടൊരുക്കാം, വീടൊരുക്കാം, വിശ്വശാന്തി ഏകാം എന്നുള്ളതായിരുന്നു അതിന് മുമ്പുള്ള സന്ദേശം. വീട്ടിലാണ് നമുക്ക് തുടങ്ങേണ്ടത്. നമ്മുടെ ആദ്യത്തെ സർവകലാശാല വീടായിരുന്നു. ഇന്ന് വീട്ടിൽ നിന്നും ഈ സംസ്കാരം നമുക്ക് കിട്ടാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് ബാലഗോകുലം അതിന്റെ ജന്മദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ
കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് ഭാവി ഭാരതത്തെ സംരക്ഷിക്കുവാൻ ആരാണ് മാതൃക മാതൃകയായി സ്വീകരിച്ചിട്ടുള്ളത്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഭഗവാൻ പ്രകൃതിയെ സംരക്ഷിക്കുന്നത്. അതുപോലെ ഞാൻ ഭഗവാനെ to take those statements as the first information, then initiate legal action. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും മാറില്ല. പിന്നെ അവർ മനുഷ്യ സ്നേഹമുള്ളവരായിട്ടും ആത്മാർത്ഥതയുള്ളവരായിട്ടും രാജ്യസ്നേഹമുള്ളവരായിട്ടും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായിട്ടും നല്ല പൗരന്മാരായിട്ട് വളരും എന്ന് ഉറപ്പുള്ള രീതിയിലാണ് ഈ ബാലഗോകുലത്തിൻ്റെ മുന്നേറ്റം. ആദരവോടെ ക്ഷണിക്കുകയാണ്. ബഹുമാനമുള്ള അധ്യക്ഷൻ ഡോക്ടർ ശ്യാം മോഹൻ, ബഹുമാന്യനായ അധ്യക്ഷൻ ഡോക്ടർ ശ്യാം മോഹൻ, ബാലഗോകുലം മഹാനഗർ രക്ഷാധികാരി,